അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗാന്ധിജിക്ക് അതിനു മുമ്പുള്ള സന്ദർശനങ്ങളിലൊക്കെ ഗാന്ധിജിയെ സൽക്കരിക്കാൻ ആളുകൾ വളരെ സന്നദ്ധരായിരുന്നു. ഈ റങ്കൂണിലെ യാത്രയിൽ, പിന്നെ കൽക്കട്ടയിൽ നിന്ന് ശാന്തിനികേതനൊക്കെ സന്ദർശിച്ചിട്ടാണ് അവിടെ വരുന്നത്. അപ്പോൾ ആളുകൾ അദ്ദേഹത്തിൻ്റെ ഈ ഫുഡ് അല്ലെങ്കിൽ ഈ ഭക്ഷണക്രമം അതൊക്കെ കൊണ്ട് ഇങ്ങനെ അദ്ദേഹത്തെ വളരെ 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 സൽക്കരിക്കാൻ സന്നദ്ധരായ ഒരു കൂട്ടമായിരുന്നു ഇവിടെയും ഗാന്ധിജിക്ക് അത് ലഭിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്, ഗാന്ധിജിയായി നമ്മൾ കാണുന്ന സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഗാന്ധിജി മഹാത്മാവായി കഴിഞ്ഞിരുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ ഒക്കെ കഴിഞ്ഞ അദ്ദേഹം ഈ കുംഭമേളയിലെ ഈ സാന്നിധ്യം, കുംഭമേളയിൽ കുറേ ദിവസം അവിടെ അദ്ദേഹം താമസിക്കുകയും അവിടെ വരുന്ന മനുഷ്യരെയും അവിടെ വരുന്ന ചിന്ത ഒരുപാട് പേരുമായി അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത വീക്ഷണത്തിൽ തന്നെ ഒരു വലിയ മാറ്റം വന്നു. അദ്ദേഹം തൻ്റെ ആഹാരക്രമമാണ് ഏറ്റവും കൃത്യമായിട്ട് അവിടെ വെച്ച് പിന്നെ വ്യത്യസ്തമാക്കുന്നത്. അദ്ദേഹം 5 തരം ഭക്ഷണങ്ങൾ മാത്രമേ ഒരു ദിവസം കഴിക്കൂ എന്ന് നിശ്ചയിച്ചു. എന്ന് മാത്രമല്ല രാത്രിയിലുള്ള ആഹാരം അദ്ദേഹം ഉപേക്ഷിച്ചു. നമ്മൾ ഇനി മേലിൽ അദ്ദേഹം രാത്രി ഭക്ഷണം ഇല്ല എന്ന് ഗാന്ധിജി അവിടെ വെച്ച് തീരുമാനിച്ചു. കാരണം ഇതൊക്കെ ഒരു ചിന്തയുടെ ഫലമായിട്ടാണ്. അവിടെയുള്ള സംസാരങ്ങൾ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളുമായുള്ള ഇൻട്രാക്ഷൻ, ത്യജിക്കാനുള്ള മനുഷ്യൻ്റെ ഒരു മനസ്സ്, എന്തും ത്യജിക്കാനുള്ള ഒരു മനുഷ്യൻ്റെ മനസ്സാണ് അവിടെ കണ്ടെത്താൻ ഗാന്ധിജിക്ക് കഴിഞ്ഞതെന്നുള്ളത് കുംഭമേള എന്ന് പറയുന്ന ഒരു വലിയ സംഭവം. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഇനിയുള്ള ജീവിതത്തിൽ പുലർത്തേണ്ട നിഷ്ഠകളും ആചാരങ്ങളും ഒക്കെ അവിടെ വെച്ച് ഗാന്ധിജി കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് പിന്നീട് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കുംഭമേളയിൽ കുളിച്ചെണീറ്റാണ് ഗാന്ധി ഇന്ത്യയിൽ തൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് എന്ന് പറയാം. 1915 മുതലാണല്ലോ ഗാന്ധിജി പിന്നെ കോൺഗ്രസിൻ്റെ ഭാഗമാകുന്നതും പിന്നെ ബാലഗംഗാധര തിലകൻ മരിക്കുന്നതോടുകൂടിയാണ് അദ്ദേഹം അതിൻ്റെ സുപ്രീം ലീഡറായിട്ട് ഏക ഛത്രാധിപതി എന്നതുപോലെയാകുന്നതുമൊക്കെ പിന്നീടാണല്ലോ. അപ്പോൾ ഗാന്ധിജിയാക്കി കുംഭമേളയിൽ പിന്നെ മുങ്ങി നിവർന്നാണ് ഗാന്ധിജി ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും ഇന്ത്യൻ ദേശീയതയുടെയും വ്യക്തമായി മാറുന്നുള്ളതാണ്. ഇതൊക്കെ അറിയാതെ കുംഭമേളയെ പറ്റി ആക്ഷേപിക്കാൻ ഖാർഗെ പുറപ്പെട്ടാൽ നമ്മളെന്താ പറയുക? അതേപ്പറ്റി നമുക്ക് സഹതപിക്കാനുള്ള നിവൃത്തിയുള്ളൂ.